Hello everyone, welcome to our video class section. Today we are discussing the chapter Digestion and Absorption. നമുക്കറിയാം ഹ്യൂമൻ ഫിസിയോളജിയിൽ അല്ലെ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇത് ഡൈജഷൻ, അതുപോലെ തന്നെ അബ്സോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അബ്സോർഷൻ എന്താണ്, അതിൽ എന്തൊക്കെ ഓർഗൻസ് ആണ് അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് അതായത് നമ്മൾ കഴിക്കുന്ന ആ മെറ്റീരിയലിൽ അല്ലെ ഫുഡിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം ചേർന്ന് വിളിക്കുന്ന പേരാണ് എന്ത്, ന്യൂട്രിയൻസ് അല്ലേ. ആ ഇൻടേക്ക് ഓഫ് ഫുഡിൽ നമ്മൾ എന്ത് വിളിക്കുമ്പോൾ ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന വിളിക്കുന്ന പേരെന്താണ്, ഇൻടേക്ക് ഓഫ് ഫുഡ് ഈസ് നോൺ ആസ് എന്തായിരുന്നു അത്, ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഹെഡ്രോട്രോപ്പിക് ന്യൂട്രീഷനാണ്. അനിമൽസിന്റെ കേസുള്ള ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹെഡ്രോട്രോപ്പിക് ആയിട്ടുള്ള ന്യൂട്രീഷനാണ് അല്ലേ. അപ്പോൾ പ്ലാന്റ് കേസിലൊക്കെ എങ്ങനെയാണ്, ഓട്ടോട്രോപ്പിക് ആണ്. അവരാണ് അവരുടെ ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എന്ത് വന്നത്, അത് ഓട്ടോട്രോപ്പിക് ന്യൂട്രീഷൻ ആണ്. നമ്മളുടെ കേസിൽ എന്താണ്, ഹെഡ്രോട്രോപ്പിക് ന്യൂട്രീഷൻ ആണ്. അപ്പോൾ നമ്മളുടെ ഫുഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ബേസിക് റിക്വയർമെന്റ് ആണ് എന്ത്, ഫുഡ് എന്ന് പറയുന്നത് അല്ലേ. എല്ലാ ലിവിങ് ഓർഗൻസിന്റെയും ഒരു ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രിയൻ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രീഷൻ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബോഡിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റും ഒന്നും എന്തായാലും പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്രിയൻസ് തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൊന്നുമല്ല പോകുന്നത്, നമ്മളിപ്പോൾ ഹ്യൂമന്റെ ഡൈജസ്റ്റ് സിസ്റ്റം എങ്ങനെയാണെന്നും അതിൽ പാർട്സ് എന്തൊക്കെയാണെന്നും ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റം എന്ന് പറയണമെങ്കിൽ അത് ഒരു വളരെ വലുതാണ് നമ്മുടെ ഡൈജസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് അതൊരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. മൗത്തിൽ നിന്ന് തുടങ്ങി ആനസിൽ വന്ന് അവസാനിക്കുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എലിമെന്ററി കനാലാണ് ഇതിനുള്ളത്, ഹ്യൂമൺ ഉള്ളത്. ആ എലിമെന്ററി കനാലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 8 മുതൽ 10 മീറ്റർ വരെയാണ് ആ ലെങ്ത്, എലിമെന്ററി കനാലിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ എലിമെന്ററി കനാലിൽ നമുക്ക് വേറൊരു പേര് കൂടി പറയാം, എന്ത്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് അതല്ലെങ്കിൽ GI ട്രാക്ട് എന്ന് പറയാം. ഈ എലിമെന്ററി കനാൽ ഞാൻ ഇവിടെ മൗത്ത് മുതൽ ആനസ് വരെയുള്ളതാണ് അല്ലേ. അപ്പൊ ഇതിൽ പോർഷൻസ് പറഞ്ഞാൽ മൗത്ത് ഉണ്ട്, വെസ്റ്റിബ്യൂള്, ഓറൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ വരുന്ന ഒരു അത്രയും വലിയ 8 to 10 എന്താണ് മീറ്റർ ലെങ്ത് വരുന്നത്. അതെ, നമുക്ക് ഡയഗ്രം നോക്കി നമുക്കറിയാം അത്രയും ലെങ്ത് വരുന്നതാണ് നമ്മളുടെ എന്ത്, എലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. അപ്പൊ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കറിയാം, നോക്കി നോക്കൂ നിങ്ങളിത്, മൗത്ത് പോർഷൻ, ഇവിടെ വെസ്റ്റിബിൾ പോർഷൻ വരും, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇതാ ഇങ്ങോട്ട് വന്നിട്ട് ദ സ്മോൾ ഇൻഡസ്റ്റൈൻ, എന്നിട്ട് ലാസ്റ്റ് അവിടെ വന്ന് അവസാനിക്കുകയാണ്, ആനസിൽ വന്ന് അവസാനിക്കുന്ന അത്രയും എന്താണ് വലിയൊരു എലിമെന്ററി കനാലാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്കിതിലെ ആദ്യത്തെ നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാനുണ്ട്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് മൗത്ത് ആണ് അല്ലെ. മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രാൻസ്വേഴ്സ് ലിപ്റ്റ് ആണ്. അതിന് രണ്ടും ഭാഗത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ബൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്, 2 സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂവബിൾ ആയിട്ടുള്ള എന്തുണ്ട്, ലിപ്സ് ഉണ്ട്. അപ്പർ ലിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ലോവർ ലിപ്പ് ഉണ്ട്. മൗത്ത് ലീഡ് ചെയ്യുന്ന നെക്സ്റ്റ് പോർഷനാണ് എന്ത് വിളിക്കുന്നത്, വെസ്റ്റിബ്യൂൾ എന്ന് വിളിക്കുന്നത്. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാല് ബൗണ്ടഡ് എക്സ്റ്റേണലി ബൈ ചീക്സ് ആൻഡ് ലിപ്സ് ആൻഡ് ഇന്റേണലി ബൈ ഗം ആൻഡ് ടീത്ത്. അപ്പൊ മൗത്ത് കഴിഞ്ഞ ഉള്ളിലോട്ട് പോർഷനാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് വിളിക്കുന്നത്. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് എക്സ്റ്റേണലി ബൈ എന്തായിരുന്നു, ചീക്കും ലിപ്സും, അതുപോലെ തന്നെ ഇന്റേണലി ബൈ എന്താണ്, ഗമ്മും ടീത്തും. അപ്പൊ ഈ വെസ്റ്റിബ്യൂളിനകത്ത് ഒരുപാട് എന്തുണ്ട്, മ്യൂക്കസ് ഗ്ലാൻസുകൾ ഉണ്ട്. ഈ വെസ്റ്റിബ്യൂൾ ലീഡ് ചെയ്യുന്ന നമ്മളുടെ വായ എന്ന് പറഞ്ഞ വലിയ പോർഷൻ അല്ലേ. ആ വെസ്റ്റിബ്യൂൾ ലീഡ് ചെയ്യുന്നത് നമ്മളുടെ എവിടേക്കാണ്, ഓറൽ ക്യാവിറ്റി അതല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിലേക്കാണ്. വെസ്റ്റിബ്യൂൾ ലീഡ്സ് ടു അവർ ഓറൽ ക്യാവിറ്റി, അതർവൈസ് ഇറ്റ്സ് നോൺ ആസ് ബക്കൽ ക്യാവിറ്റി. അപ്പൊ നമ്മുടെ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തെന്ന്, അവിടെ ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയം എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഏത് എപ്പിത്തീലിയായിരുന്നു, സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയമാണ് അവിടെ ലൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ വായയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള പാലറ്റ് ഉണ്ട് അല്ലെ. മേലത്തെ പോർഷൻ എന്ന് പറയുന്നത് ബോണി ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള പാലറ്റ് ആണ്, പക്ഷെ താഴെ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള പാലറ്റ് ആണ് നമുക്ക് അറിയാം. പിന്നെ നമ്മൾ ചെറുനാവ് എന്ന് പറയുന്ന പോർഷൻ അല്ലേ, വ്യൂള ഇസ് എ സോഫ്റ്റ് ഫ്ലഷി V-shaped പ്രൊജക്ഷൻ ഫ്രം ദ പോസ്റ്റീരിയർ എഡ്ജ് ഓഫ് ദ സോഫ്റ്റ് പാലറ്റ്. സോഫ്റ്റ് പാലറ്റിന്റെ പോസ്റ്റീരിയർ എഡ്ജിൽ നിന്ന് വരുന്ന ഒരു V-shaped പ്രൊജക്ഷൻ ആണ് വിളിക്കുന്നത് നമ്മൾ വ്യൂള എന്ന് വിളിക്കുന്നത്. അപ്പൊ പാലറ്റ് പറഞ്ഞു, സോഫ്റ്റ് പാലറ്റും ഹാർഡ് പാലറ്റും വ്യൂള എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ടങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് മസ്കുലർ ഓർഗൻ ആണ്. അത് നമ്മളുടെ ഓറൽ ക്യാവിറ്റിയുടെ ഫ്ലോറിൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പോർഷൻ എന്താണ്, അത് അറ്റാച്ച്ഡ് ആണ്. ഒരു പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഫ്രീ ആണല്ലേ. അപ്പോൾ നമുക്കറിയാം അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോർഷനില്ലേ, അതിനെ വിളിക്കുന്ന പേര് ബക്കൽ കാവിറ്റിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് ലിംഗ്വൽ
ഫ്രെനൂലം, ലിംഗ്വൽ ഫ്രെനൂലം. നമുക്കറിയാം നമ്മുടെ ടേസ്റ്റിന് അറിയാൻ സഹായിക്കുന്നത് എന്താ? ടങ്കാണ്. കാരണം എന്താ? ടങ്കിൽ ഒരുപാട് എന്തുണ്ട്? ടേസ്റ്റ് ബഡ്സുകളുണ്ട്. ഈ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പാപ്പില്, ടങ്കിന്റെ മുകളിൽ കാണുന്ന ഔട്ട് ഗ്രോത്ത് ആണ് വിളിക്കുന്നത് പാപ്പില എന്ന് വിളിക്കുന്നത് അല്ലെ. ഈ പാപ്പിലേസ് ഒക്കെയാണ് എന്ത് ചെയ്യാൻ സഹായിക്കുന്നത്? ഈ ഇങ്ങനെ ടെസ്റ്റ്, അതായത് ആ ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഈ പാപ്പില്ലകൾ മെയിൻലി 4 തരത്തിലുണ്ട്: വാലേറ്റ്, ഫഞ്ചിഫോം, ഫോളിയേറ്റ്, ഫിലിഫോം. ഏതൊക്കെയായിരുന്നു? വാലറ്റ്, ഫഞ്ചിഫോം, ഫോളിയേറ്റ്, ഫിലിഫോം. പക്ഷെ ഫിലിഫോമിൽ മാത്രം എന്ത് കാണില്ല? ടേസ്റ്റ് ബഡ്സ് കാണാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്ത് വിളിച്ചു? മൗത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റിബ്യൂൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പോർഷൻ ഏതായിരുന്നു? ഓറൽ ക്യാവിറ്റി. ഓറൽ ക്യാവിറ്റി നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? അതിന്റെ സ്ട്രാറ്റിഫൈഡ് സ്ക്വമോസ് എപ്പിത്തീലിയം, അതുപോലെ തന്നെ പാലറ്റിന്റെ വ്യൂള, പിന്നെ അതുപോലെ തന്നെ ടങ് ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടീത്ത് ആണ്. നമുക്കറിയാം ഹ്യൂമന്റെ കേസിൽ നമുക്ക് 2 പ്രാവശ്യം അല്ലെ 2 ടൈംസ് ആണ് എന്ത് ചെയ്യുക? പല്ല് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡെന്റീഷൻ എന്ന് പറയുന്നത് ചിത്രം ഒന്നുകൂടെ എടുക്കുകയാണെങ്കിൽ ക്ലിയർ ആവും. നമ്മുടെ ഡെന്റീഷൻ അല്ലേ, നമുക്ക് നമ്മുടെ ഈ പല്ലിന്റെ ആ ഘടന അനുസരിച്ച് നമ്മൾ പറഞ്ഞു എന്ത്? നമുക്ക് 2 പ്രാവശ്യം പല്ല് വരിക എന്ന് പറഞ്ഞു അല്ലെ. അത് ഡൈഫയോഡോണ്ട് 2 ടൈംസ് പല്ല് വരിക എന്നുള്ളതിന് ഡൈഫയോഡോണ്ട്. ഒന്ന് എങ്ങനെയായിരുന്നു? മിൽക്ക് ടീത്തും, അടുത്ത എങ്ങനെയായിരുന്നു? വിസ്ഡം ടീത്തും അല്ലെ. ആ മിൽക്ക് ടീത്ത് കൊഴിഞ്ഞു പോയിട്ട് നമുക്ക് എന്തൊരു പെർമനന്റ് ടീത്ത് വരും. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് വരും? അവിടെ ഒരു എന്ത് വരുന്നുണ്ട്? ലാസ്റ്റ് ഫോം ചെയ്യുന്നതാണ് എന്ത്? വിസ്ഡം ടീത്ത് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും പല്ലിരിക്കുന്നത് ഒരു സോക്കറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലാണ്ട് ഊരിപ്പോരൊന്നുമില്ലല്ലോ. അത്തരത്തിൽ സോക്കറ്റിലുള്ള അറേഞ്ച്മെന്റ് വിളിക്കുന്ന പേരാണ് എന്ത്? തീക്കോഡോണ്ട്. ആ പല്ലിരിക്കുന്നത് ഒരു ക്യാവിറ്റിയിൽ വിളിക്കുകയാണ് അല്ലെ, സോക്കറ്റിനകത്താണ്. അത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് വിളിക്കുന്ന പേരാണ് എന്ത്? തീക്കോഡോണ്ട് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ എല്ലാ പല്ലും ഒരേപോലെയാണോ? അല്ല. നമ്മുടെ പല്ലെന്ന് പറയുന്നത് ഒരേപോലെ അല്ല. അതിലെന്തുണ്ട്? കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതല്ല നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഉണ്ട്. ആ ടീച്ചർ തന്ന ഡയഗ്രത്തിലേക്ക് നോക്കി നോക്കിയും ആ ഡയഗ്രം നോക്കി നോക്കുമ്പോൾ നമുക്കറിയാം എന്ത്? എല്ലാ പല്ലും ഒരേപോലെയാണോ? അല്ല. ഇൻസിസർ, കാനൈൻ, മോളാർ, അങ്ങനെ 4 തരം ടീത്ത് ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അതിന് വിളിക്കുന്ന പേരെന്താണ്? ഹെട്ടിറോഡോണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? തീക്കോഡോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? തീക്കോഡോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോക്കറ്റിനകത്ത് പല്ലിരിക്കുക അല്ലെ. ഡൈഫയോഡോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം പല്ല് വരിക. ഹെട്ടിറോഡോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ആ 4 തരത്തിലുള്ള പല്ലുകൾ ഏതൊക്കെയായിരുന്നു? ഇൻസിസർ, കാനൈൻ, പ്രീമോളാർ, ഇൻസിസർ, കാനൈൻ, പ്രീമോളാർ, അപ്പൊ നമ്മൾ ഡെന്റൽ ഫോമുല നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താൽ 2 1 2 3 ആണ്. അത് എങ്ങനെയാണ് 2 1 2 3 എന്ന് പറയുന്നത്? നോക്കി നോക്കൂ. 2 1 ഡെന്റൽ ഫോമുല എങ്ങനെയാ പറഞ്ഞത്? 2 1 2 3 അല്ലെ. അതായത് 2 ഇൻസിസർ, 2ല് 2 ഇൻസിസർ. ഇനി 1 എന്ന് പറയുന്നത് കാനൈൻ, 2 1. ഇനി എന്താ? 2 എന്ന് പറഞ്ഞാൽ എന്താ? പ്രീമോളാർ. 1 എന്ന് പറയുന്നത് എന്താണ്? മോളാർ അല്ലെ. അപ്പോൾ ഇവിടെയും 2 1 2 3. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 2 1 2 3 എന്ന് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കി നോക്കി എത്ര വരും? 3 2 5 5 1 6 6 2 8 അല്ലെ. അപ്പൊ ഇവിടെ ഒരു 8 എണ്ണം വരിക, ഇവിടെ ഒരു 8 എണ്ണം വരിക അല്ലെ. അപ്പൊ എങ്ങനെയായി? മുകളിൽ മാത്രം എത്രയായി? 16 ആയി. താഴെയും കൂടെ നോക്കുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ 32 ആയിട്ടുള്ള നമ്മുടെ നമ്പർ, പല്ലിന്റെ നമ്പർ 32 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇൻസിസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ടിംഗ് ടീത്ത് ആണ് എന്ത്? ഇൻസിസർ എന്ന് വിളിക്കുന്നത്. കനൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ടിയറിംഗ് ടീത്ത് ആണ്. അപ്പൊ നമ്മളുടെ കാർണിവോറസ് ആയിട്ട് അനിമലിന്റെ ഒക്കെ കനൈൻ ടീത്ത് ആയിരിക്കും കുറച്ചും കൂടി പവർഫുൾ അല്ലേ. പ്രീമോളാർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൈൻഡിങ് ടീത്ത് ആണ് എന്ത്? പ്രീമോളാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോളാർ ടീത്ത് തന്നെയാണ് ഗ്രൈൻഡിങ് ടീത്ത് ആണ്. ഗ്രൈൻഡിങ് ടീത്ത് ആണ് എന്ത്? പ്രീമോളാർ എന്നും അതുപോലെ തന്നെ മോളാർ എന്നും വിളിക്കുന്നത്. നമ്മള് ബേബി ടീത്ത് എന്ന് അറിയില്ലേ, നല്ല കുഞ്ഞായിരിക്കുന്ന അവസ്ഥയില്, അന്നേരം നമ്മളുടെ ആ ടീത്തിന്റെ ഡെന്റൽ ഫോർമുല പറയുന്നത് 2102 ആണ് കേട്ടോ. 2102. ഓക്കെ. 2102 എപ്പോഴാണ് നമ്മളെ വരുന്നത്? നമ്മളൊരു ആ കുഞ്ഞായ സമയത്ത്, ബേബി ടീത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഡെസിഡിയസ് ടീത്തിന്റെ സമയത്ത്. അതല്ലാണ്ട് നമ്മൾ അഡൾട്ടായി നമ്മളെ ആ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിസ്ഡം ടീത്ത് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? 2 1 2 3 ആയിരിക്കും നമ്മളുടെ ആ പല്ലിന്റെ ഘടന എന്ന് പറയുന്നത്. നമുക്കറിയാം ടീത്തിന്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ടീത്തിന് എന്തുണ്ട്? ഒരു ക്രൗൺ ഉണ്ട്, നെക്ക് ഉണ്ട്, റൂട്ട് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഹാർഡായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇനാമൽ എന്ന് പറയുന്നത്. ആ ഇനാമൽ എന്ത് ചെയ്യണേ? ആ പല്ലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ആ ടീത്ത് ഉണ്ടാക്കിയ മെറ്റീരിയലാണ് എന്ത് വിളിക്കുന്നത്? ഡെൻറ്റൈൻ. ടീത്ത് ഉണ്ടാക്കിയ മെറ്റീരിയലാണ് എന്ത്? ഡെൻറ്റൈൻ. സോ ദിസ് ഈസ് അബൌട്ട് നമ്മുടെ ടീത്തിനെ പറ്റിയുള്ള സ്ട്രക്ചർ. ക്ലിയർ ആണോ? നമ്മൾ എന്തൊക്കെ വിളിച്ചു? തീക്കോഡോണ്ട്, ഡൈഫയോഡോണ്ട്, ഹെട്രോഡോണ്ട്, ആ സോക്കറ്റിലെ അറേഞ്ച്മെന്റ്, പിന്നെന്താ പറഞ്ഞ 2 സെറ്റ്സ് ഓഫ് ടീത്ത് ഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലേ. പിന്നെ ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പല്ലുകളുള്ള കാര്യം നമ്മൾ എന്ത് വിളിച്ചു? അതിനെ ഹെട്ടിറോഡോണ്ട് എന്ന് വിളിക്കുക. നമ്മുടെ ഡെന്റൽ ഫോമുല എപ്പോഴായിരിക്കുമ്പോഴും നമ്മളുടെ ആ ഡെന്റൽ ഫോമുല 2 1 2 3 ആലോചിക്കണം. അതുപോലെ തന്നെ മിൽക്ക് ഡെന്റീഷന്റെ സമയത്തുള്ള 2102 അതും കൂടെ നമ്മൾ ആലോചിക്കണം. പിന്നെ നമ്മുടെ ടീത്തിന്റെ സ്ട്രക്ചർ, ടീത്ത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ആ സ്ട്രക്ചർ. ക്ലിയർ ആണോ?
ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഞാൻ ഫിഗർ കാണിച്ചെന്താണ്, മൗത്ത് പോയ നമ്മൾ എലിമെന്ററി കണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മൗത്തിൽ നിന്നാണ് അവിടെ വെസ്റ്റിബ്യൂളിലേക്ക് എത്തി, അവിടെ നമ്മുടെ ഓറൽ കാവിറ്റിക്ക് എത്തി അല്ലേ. ഓറൽ കാവിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഫാരിങ്സ് ആണ്. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കോമൺ പാസേജ് ആണ്, ഫുഡിനും എയറിനുള്ള കോമൺ പാസേജ് ആണെന്ന് പറയുന്നത് ഫാരിങ്സ് എന്ന് വിളിക്കുന്നത്. ആ ഫാരിങ്സിന് എനിക്ക് 3 പോർഷൻ ഉണ്ട്: നാസോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ്, ലാരിങ്ങോ ഫാരിങ്സ്. ഏതൊക്കെയായിരുന്നു? നാസോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ്, ലാരിങ്ങോ ഫാരിങ്സ്. ഫുഡ് എന്ന് പറയുന്നത് നോർമലി പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ശ്വാസകോശത്തിലേക്കുള്ള ആ പോർഷനില്ലേ, അവിടെ എന്ത് ചെയ്യും, അവിടേക്ക് ഫുഡ് ഇറങ്ങോ? ഇല്ല. അവിടെ എന്ത് ചെയ്യും, ഒരു ലിഡ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ് എപ്പിഗ്ലോട്ടിസ് അല്ലെ. ആ എപ്പിഗ്ലോട്ടിസ് വഴി അല്ലെങ്കിൽ ലിഡ് ലൈക്ക് സ്ട്രക്ചർ കൊണ്ട് നമ്മളുടെ ലാരിങ്സിലേക്ക് പോകുന്ന വഴി എന്ത് ചെയ്യും, അവിടെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന കാരണമാണ് ഫുഡ് എവിടേക്ക് ഇറങ്ങാത്തത്, നമ്മുടെ ട്രക്കിന്റെ പോർഷനിലേക്ക് ഇറങ്ങാത്തത്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത്, ഫുഡ് കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല പറയുന്നത് അല്ലേ. സംസാരിക്കുമ്പോൾ എന്ത് വേണം, എയർ മൂവ്മെന്റ് നടക്കുമില്ലേ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. നമ്മളുടെ ആ പോർഷൻ, ഏത് പോർഷൻ, നമ്മളുടെ ഫാരിങ്സിന്റെ നമ്മൾ നോക്കി നോക്കൂ, ഇത് നമ്മളുടെ ഫാരിങ്സ് പോർഷൻ അല്ലേ. ഇവിടെ നമ്മുടെ ഫാരിങ്സ് പോർഷനാണ് ഇവിടെ കേട്ടോ. ഇത് ഇവിടെ നിങ്ങളുടെ എന്ത് വരും, നമ്മുടെ ലങ്സ് പോർഷനാണ്. ആ ലങ്സിലേക്ക് പോവാതെ ഈ ലിഡ് എന്ത് ചെയ്യും, അവിടെ നിന്ന് കവർ ചെയ്ത് വെക്കും. അപ്പോൾ ഫുഡ് മെറ്റീരിയൽസ് എങ്ങോട്ട് പോവില്ല, നമ്മുടെ ലിഡിലോട്ട്, അതായത് മീൻസ് നമ്മുടെ ലാരിങ്സ് പോർഷനിലേക്ക്, ട്രക്കിയ പോർഷനിലേക്ക് പോവില്ല, നേരെ എവിടേക്ക് പോയി നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ ഫാരിങ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഈസോഫാഗസ് ആണ്. ഈസോഫാഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് മസ്കുലർ ട്യൂബാണ്. ഏകദേശം ഒരു 10 ഇഞ്ചൊക്കെ അതിൻ്റെ ലോങ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഈസോഫാഗസിൽ നമ്മുടെ ഫുഡ് മൂവ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള വേവ് ലൈക്ക് മോഷൻസിലൂടെയാണ് ഫുഡ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ഫുഡിന്റെ വേവ് ലൈക്ക് മോഷനെ വിളിക്കുന്ന പേരാണെന്ത്, പെരിസ്റ്റാൾസിസ്. ക്ലിയർ? അപ്പോൾ നമ്മളുടെ ഈസോഫാഗസിലൂടെയുള്ള ആ ഫുഡിന്റെ ആ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരെന്താണ്, പെരിസ്റ്റാൾസിസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ടീച്ചർ എത്ര കാര്യങ്ങൾ പറഞ്ഞു, ഇതൊക്കെ ക്ലിയർ ആയി പോയല്ലോ. ഇനി നമ്മൾ ഈസോഫാഗസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റൊമക്ക് ആണ്. സ്റ്റൊമക്ക് നമുക്കറിയാം ഒരു മസ്കുലർ സാക്ക് ആണ്. നമ്മളുടെ മസ്കുലർ, നമ്മൾ എവിടെ ഇരിക്കുന്ന അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് ഇരിക്കുന്നത് പറയാം. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ജെ ഷേപ്പാണ്. നമ്മളുടെ സ്റ്റൊമക്കിന് മെയിനായിട്ട് 3 പോർഷൻസ് ആണുള്ളത്: കാർഡിയാക്ക്, ഫണ്ടസ്, പൈലോറിക്. എന്തൊക്കെയായിരുന്നു? കാർഡിയാക്ക്, ഫണ്ടസ്, അതുപോലെ തന്നെ പൈലോറിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റൊമക്കിന്റെ 3 പോർഷൻസ് പറയുന്നത്: കാർഡിയാക്ക്, ഫണ്ടസും അതുപോലെ തന്നെ പൈലോറിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, സ്റ്റൊമക്കിന്റെ 3 പോർഷൻസ് പറഞ്ഞു: കാർഡിയാക്ക്, ഫണ്ടസ്, പൈലോറിക്. അപ്പൊ നമ്മുടെ സ്റ്റൊമക്കിന്റെ അകത്ത് കാണുന്ന ഫോൾഡിങ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സ്റ്റൊമക്കിന്റെ അകത്ത് കാണുന്ന ഫോൾഡിങ്സ് വിളിക്കുന്ന പേര് റൂഗെ എന്നാണ് കേട്ടോ. നമ്മുടെ സ്റ്റൊമക്കിന്റെ അകത്ത് കാണുന്ന ഫോൾഡിങ്സിന് വിളിക്കുന്ന പേര് എന്താണ്? റൂഗെ. ക്ലിയർ? ഇനി നമ്മൾ ചിത്രം പറഞ്ഞു. ഇനി നമ്മുടെ ഫുഡ്, സ്റ്റൊമക്കിൽ നിന്നും ഫുഡ് എങ്ങോട്ടാണ് പോവുക? സ്മോൾ ഇൻഡസ്ട്രിയിലേക്കാണ് പോവുക അല്ലേ. ഇപ്പോൾ ഈ സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 6.25 മീറ്റർ ലോങ് ഉള്ള ഒരു ട്യൂബാണ്. അതിൽ 2.5 സെന്റിമീറ്റർ ആണ് അതിന്റെ ഇത് വിളിക്കുന്നത്, അതിന്റെ ആ ഡയമീറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഹെർബിവോറസിന്റെ കേസ് ആണെങ്കിൽ അവരുടെ സ്മോൾ ഇൻഡസ്ട്രിയൽ ലെങ്ത് നമ്മളെക്കാളും എന്തായിരിക്കും, ലെങ്ത് കൂടുതലായിരിക്കും. കാരണം സെല്ലുലോസ് ഡൈജസ്റ്റിന് വേണ്ടി ഒരുപാട് പ്രോസസ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ സ്മോൾ ഇൻഡസ്ട്രിയൽ ലെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളുടെ എന്ന് പറയുന്നത് എത്രയാണ്? 6.25 എന്ന് പറയാം അല്ലേ. 6.25 6.25 മീറ്റർ ലോങ് ആണ്. അതുപോലെ തന്നെ 2.5 സെന്റിമീറ്റർ എന്താണ് അതിന്റെ ഡയമീറ്റർ ഉണ്ട്. മാത്രമല്ല നമ്മളുടെ സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹൈലി കോയിൽഡ് ആണ്. നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ 3 റീജിയൻസ് ഉണ്ട്: ഡിയോഡിനം, ജെജൂനം, അതുപോലെ തന്നെ ഇലിയം. നോക്കി ടീച്ചർ എഴുതിയിട്ടുണ്ട് ഡിയോഡിനം, ജെജുനം, അതുപോലെ തന്നെ ഇലിയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡിയോഡിനം എന്ന് പറയുന്നത് ഒരു യു ഷേപ്പ് ആയിട്ടുള്ള പോർഷനാണ് ഇത് വിളിക്കുന്നത്, നമ്മൾ ഡിയോഡിനം എന്ന് വിളിക്കുന്നത്. അവര് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നുള്ള സെക്രീഷൻസിനെ റിസീവ് ചെയ്യുന്ന പോർഷനാണ് നമ്മളുടെ ഡിയോഡിനം. ഇറ്റ് റിസീവ്സ് സെക്രീഷൻ ഫ്രം ദ എവിടെ നിന്നൊക്കെ? ലിവർ ആൻഡ് ഫ്രം ദ പാൻക്രിയാസ്. ഓക്കെ, അപ്പൊ ലിവറും പാൻക്രിയാസും കൂടി ചേർന്ന ഡക്റ്റ് ആണ് എന്ത് വിളിക്കുന്നത്? ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഫുഡ് മെറ്റീരിയൽ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ മെറ്റീരിയൽ കളക്ട് ചെയ്യും അവിടെ നിന്ന്. നോക്കി നോക്കൂ, ഇതാണ് നമ്മളുടെ സ്മോൾ ഇൻഡസ്ട്രിയൽ പോർഷൻ അല്ലെ. സ്മോൾ ഇൻഡസ്ട്രിയൽ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് യെല്ലോ കളർ കൊടുത്താണ് പാൻക്രിയാസ്. ഇത് നമ്മൾ ലിവർ. അപ്പൊ ലിവറിനെ സംബന്ധിച്ചുള്ള വാക്കാണ് നമ്മൾ ഹെപ്പാറ്റോ എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ ഹെപ്പാറ്റോയിൽ നിന്നും അതുപോലെ തന്നെ പാൻക്രിയാസിൽ നിന്നുള്ള ആ മെറ്റീരിയൽ എവിടെ എത്തുന്നു? നമ്മളുടെ സ്മോൾ ഇൻഡസ്ട്രിയലിൽ ഏത് പോർഷനാണ് കളക്ട് ചെയ്യുന്നത്? സ്മോൾ ഇൻഡസ്ട്രിയൽ കളക്ട് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് ഡിയോഡിനമാണ്. അപ്പോൾ സ്റ്റൊമക്കിൽ നിന്ന് ഇപ്പൊ ഈ സ്റ്റൊമക്കില്ലേ, ഈ സ്റ്റൊമക്ക് ഡിയോഡിനത്തിലേക്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് അവിടെ ഒരു സ്പിഞ്ചർ ഉണ്ട്. ഓക്കെ, ആ സ്പിഞ്ചറിനെ വിളിക്കുന്ന പേരെന്താണ്? പൈലോറിക് സ്പിഞ്ചർ. സ്റ്റൊമക്ക് എവിടേക്ക് ഓപ്പൺ ചെയ്യുക? ഡിയോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുക. അവിടെ കാണുന്ന സ്പിഞ്ചർ ആണ്
സ്ഫിങ്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് മസിൽസ് ആണ് കേട്ടോ. അത് കൺട്രാക്ഷൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ്. അപ്പോൾ അവിടെ കാണുന്ന മസിൽസ് ആണ് എന്ത് സ്ഫിങ്ക്ചർ മസിൽസ് എന്ന് പറയുന്നത്. ഇനി ജെജുനം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ പോർഷൻ്റെ മിഡിൽ പോർഷനാണ് ഇത് വിളിക്കുന്നത് ജെജുനം എന്ന് വിളിക്കുന്നത്. പിന്നെ അവിടുന്ന് ജെജുനം കഴിഞ്ഞ് നെക്സ്റ്റ് പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇലിയമാണ് അല്ലേ. അപ്പോൾ ഇലിയത്തിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലിയത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇലിയം ഒരുപാട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ആ ഇലിയത്തിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വിളിക്കുന്ന പേരെന്താണ്, എന്താ പറയുക, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വിളിക്കുന്ന പേര് വില്ലൈ. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താ, സർഫസ് ഏരിയ കൂട്ടുക, അതുപോലെ തന്നെ ആ അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ് ആ വില്ലസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ നമ്മൾ പറഞ്ഞു എന്ത്, നമ്മൾ പോർഷൻ എടുത്തൂലെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എടുക്കുകയാണെങ്കിൽ ഡിയോഡിനം, ജെജുനം, ഇലിയം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളുടെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ എടുത്തു കഴിഞ്ഞാലും അവിടെ അടുത്ത സ്മോൾ ഇൻറ്റെസ്റ്റൈൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആണല്ലോ. ലാർജ് ഇൻറ്റെസ്റ്റൈൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണുന്ന പോർഷൻസ് പറയുന്നത് സീക്കം, കോളൻ, റെക്റ്റം. ഏതൊക്കെയായിരുന്നു, സീക്കം, കോളൻ, റെക്റ്റം. അപ്പോൾ ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് തുറക്കുന്ന പോർഷൻ ഉണ്ട് അല്ലേ. അതായത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇലിയം, ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സീക്കം. അപ്പോൾ ഈ ഇലിയം സീക്കത്തിലേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വാൾവാണ് എന്ത്, ഇലിയോ സീക്കൽ വാൾവ്. ഇലിയം സീക്കത്തിലേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വാൾവാണ് എന്ത്, ഇലിയോ സീക്കൽ വാൾവ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ഇൻറ്റെസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ കുറച്ചുകൂടി വൈഡർ ആണ് കേട്ടോ. വൈഡർ ലെങ്ത് അല്ല പറയുന്നത്, വൈഡ്. അതായത് ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു ഡയമീറ്റർ പറയുന്നത്. മാത്രമല്ല ഇത് പറയുന്നത് ഒരു 1.5 മീറ്ററാണ് അതിൻ്റെ ലോങ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഡിവൈഡ് ചെയ്ത് ഏതൊക്കെയാണ്, സീക്കം, കോളൻ ആൻഡ് റെക്റ്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സീക്കം എന്ന് പറഞ്ഞൊരു സ്മോൾ ബ്ലൈൻഡ് സാക്കാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് എന്തായിരിക്കും, സിംബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സീക്കത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത് വരുന്ന ഒരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബാണ് എന്ത്, വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മളൊരു വെസ്റ്റിജിയൽ ഓർഗൻ. വെസ്റ്റിജിയൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താ, മുന്നേ ഉപയോഗത്തിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്താ ഉപയോഗത്തിൽ ഇല്ലാത്ത ഓർഗൻസ് വിളിക്കുന്ന പേര് എന്താണ്, വെസ്റ്റിജിയൽ ഓർഗൻസ്. ഓക്കെ, അപ്പോൾ ആ വെസ്റ്റിജിയൽ ഓർഗൻസിൽ വലിയ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു ഡിസീസ് അപ്പൻഡിസൈറ്റിസ്. നമുക്കറിയാലോ അപ്പൻഡിക്സിന്റെ വയറുവേദന എന്നൊക്കെ പറയുന്നത് അതാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ സീക്കത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് വരുന്ന ഒരു 2 ലൈക്ക് സ്ട്രക്ചറാണ് എന്ത്, വെർമിഫോ അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഈ വെർമിഫോ അപ്പൻഡിക്സിന്റെ അടുത്ത് സീക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, മൈക്രോബ്സ് ഉള്ള സ്ഥലം അല്ലേ. അപ്പോൾ ഈ വെർമിഫോ അപ്പൻഡിക്സിന്റെ അടുത്ത് വേസ്റ്റ് മെറ്റീരിയൽ വന്ന് ചേരുക, അതുപോലെ തന്നെ അവിടെ മൈക്രോബ്സിന്റെ ഗ്രോത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോർഷനിൽ വരുന്ന ഡിസീസാണ് എന്ത്, അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോർഷൻ കട്ട് ചെയ്ത് കളയാം. കാരണം എന്താ, അതൊരു വെസ്റ്റിജിയൽ ഓർഗൻ ആണ് അല്ലേ. അതുകൊണ്ട് റിമൂവ് ചെയ്താലും ഇറ്റ് വിൽ ഡസ് നോട്ട് ഹാപ്പൻ ദ ലൈഫ് ഓഫ് ദ പേഴ്സൺ. ഓക്കെ, ഇനി ആ സീക്കം കഴിഞ്ഞാൽ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് കോളനാണ്. കോളൻ എന്ന് പറഞ്ഞാൽ യു ഷേപ്പായിട്ടുള്ള പോർഷനാണ്. അതിനും ഇങ്ങനെ കുറച്ച് ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ, പെൽവിക് കോളൻ. ക്ലിയർ ആയോ? അസെൻഡിങ്, ട്രാൻസ്വേഴ്സ്, ഡിസെൻഡിങ്, പെൽവിക്. ഇനി പെൽവിക് ഓപ്പൺ ചെയ്യുന്നത് റെക്റ്റത്തിലേക്കും അതുപോലെ തന്നെ റെക്റ്റം ഓപ്പൺ ചെയ്യുന്ന ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആനസ് ആണ്. സോ ആനസ് വഴി, അതായത് മൗത്ത് മുതൽ ആനസ് വരെ നീണ്ടു കിടക്കുന്നതാണ് എന്ത്, നമ്മളുടെ എലിമെന്ററി കനാൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ എലിമെന്ററി കനാൽ വരുന്നത്. മൗത്ത്, വെസ്റ്റിബ്യൂള്, ഓറൽ കാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, ദെൻ വേസ്റ്റ് മെറ്റീരിയൽസ് ആർ എക്സ്ക്രീറ്റഡ് ത്രൂ ദ ആനസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ എന്താണ് എലിമെന്ററി കനാൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇതെന്താ കുട്ടികളെ, ഇതെന്താ നോക്കി വെക്കൂ. ഞാൻ പറഞ്ഞു ഇലിയത്തിന്റെ അകത്ത് കാണുന്ന സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ഇലിയത്തിന്റെ അകത്ത് ഫിംഗറിലെ പ്രൊജക്ഷൻസ് കാണാമെന്ന് പറഞ്ഞു അല്ലെ. ആ ഫിംഗറിലെ പ്രൊജക്ഷൻ വിളിക്കുന്ന പേരെന്താണ്, വില്ലകൾ അല്ലെ, വില്ലസ് എന്ന് വിളിക്കാം നമുക്ക് അല്ലെ. ആ വില്ലസിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്, ഒരുപാട് എന്തുണ്ട്, കാപ്പിലറീസ്, ആർട്ടറി, ക്രിപ്സ്, വെയിൻസ്, വില്ലേജ് ഡക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ വില്ലസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ എന്തിനെ സഹായിക്കുക, ഈ അബ്സോർപ്ഷന്. അപ്പോൾ നമ്മൾ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നമുക്കറിയാം ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് എവിടെ വെച്ചിട്ടാണ്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ വെച്ചിട്ടാണ് അല്ലേ. ആ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ വെച്ച് ഡൈജഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡൈജസ്റ്റഡ് മെറ്റീരിയൽസിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്, വില്ലസിന്റെ ഫംഗ്ഷനാണ്. ക്ലിയർ ആണല്ലോ സ്ട്രക്ചറും? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എലിമെന്ററി കനാലിന്റെ ഹിസ്റ്റോളജി. നമ്മൾ എലിമെന്ററി കനാൽ അല്ലെങ്കിൽ GI ട്രാക്റ്റിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടും ഒരു 4 ലെയർ കാണാൻ പറ്റും. ഏതൊക്കെയാണ് ആ ലെയർ എന്ന് നോക്കി നോക്കിയേ. സെറോസ, മസ്കുലാരിസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. ക്ലിയർ ആയോ? സെറോസ, മസ്കുലാരിസ്, അത് രണ്ട് ഇന്നറും ഉണ്ട് ഔട്ടറും ഉണ്ട്. പിന്നെ സബ് മ്യൂക്കോസ, അതുപോലെ തന്നെ മ്യൂക്കോസ, ഉള്ളിലുള്ള പോർഷൻ ല്യൂമൻ. അപ്പോൾ 4 ലെയർ ആണുള്ളത്. ഒന്ന് സെറോസ എന്ന് പറഞ്ഞു അല്ലേ. ഈ സെറോസ എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. മാത്രമല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത കാണുന്ന എപ്പിത്തീലിയം എന്താണെന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ സെറോസ എന്ന് പറഞ്ഞെങ്കിൽ ഔട്ടർ ലെയർ ആണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ടാണ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. ഓക്കെ,
ഇനി നെക്സ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ മസ്കുലാരിസ് ആണ് അല്ലേ. അവിടെ ഇതിന്റെ ഇന്നറിലെ സർക്കുലറും ഔട്ടറിലെ ലോഞ്ചിറ്റ്യൂഡിനലുമാണ് എന്ത് നമ്മളുടെ മസ്കുലാരിസ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല ഒരു സ്മൂത്ത് മസിൽസും കൂടിയാണ്. ഏതൊക്കെയാണ്? ഇന്നറിലെ സർക്കുലറും ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനലുമായിട്ടുള്ള മസിലാണ് എന്ത് സർക്കുലർ മസിൽസ് ആണ് എന്ത് മസ്കുലാരിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് പെരിസ്റ്റാൾസിസ് ഈസോഫാഗസിലൊക്കെ പെരിസ്റ്റാൾസിസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ മസ്കുലാരിസ് ആണ് ഈ ഇങ്ങനത്തെ എത്രയുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് GI ട്രാക്റ്റിൽ ഉണ്ടാകുന്ന പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിന് കാരണം ആരാണ്? നമ്മളുടെ മസ്കുലാരിസ് ആണ്. നെക്സ്റ്റ് ലെയർ ഏതാണ്? മസ്കുലാരിസ് താഴെ കാണുന്ന ലെയർ ആണെന്ന് വിളിക്കുന്നത് സബ് മ്യൂക്കോസ എന്ന് വിളിക്കുന്നത്. സബ് മ്യൂക്കോസ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ മാത്രമല്ല അതിലെന്തുണ്ട്? നെർവ്സ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, അതുപോലെ തന്നെ ലിംഫ് വെസൽസ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് സെറോസ എന്ന് പറഞ്ഞു. സെറോസ എന്ന് പറയുന്നത് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. ഇനി മസ്കുലാരിസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ? സർക്കുലർ മസിൽസ് ആണെന്ന് പറഞ്ഞു അല്ലെ. സബ് മ്യൂക്കോസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിനകത്ത് എന്തുണ്ട്? നെർവ്സും ബ്ലഡ് വെസൽസും അതുപോലെ തന്നെ ലിംഫ് വെസൽസ് ഒക്കെ അവിടെ കാണാം. നമുക്ക് ഈ സബ് മ്യൂക്കോസ ലെയറിൽ കാണാം. ഓക്കെ, ഈ സബ് മ്യൂക്കോസ ഡിയോഡിനം പോർഷൻ, ഡിയോഡിനം എന്ന് പറയുമ്പോൾ എവിടെയാണ്? നമ്മളുടെ സ്മോൾ ലെസ്റ്റൻ അല്ലേ. ഡിയോഡിനത്തിന്റെ പോർഷനിലെ സബ് മ്യൂക്കോസ പോർഷനിൽ കാണുന്ന ഒരു ട്യൂബുലർ മ്യൂക്കസ് ഗ്ലാൻഡ് ഉണ്ട്. അതായത് നമ്മൾ ഡിയോഡിനമാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ അവിടുത്തെ സബ് മ്യൂക്കോസ പോർഷനിൽ കാണുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്, ഒരു മ്യൂക്കസ് ഗ്ലാൻഡ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഡിയോഡിനൽ ഗ്ലാൻഡ്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെ ഡിയോഡിനം പോർഷനിലെ സബ് മ്യൂക്കോസ ലെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കാണുന്ന ഒരു ട്യൂബുലർ മ്യൂക്കസ് ഗ്ലാൻഡ് ഉണ്ട്. ആ ട്യൂബുലർ മ്യൂക്കസ് ഗ്ലാൻഡിന്റെ പേരെന്താണ്? ഡിയോഡിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കലൈൻ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബൈകാർബണേറ്റ് അയൺസും സെക്രീറ്റ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് ഡിയോഡ്രനത്തിന്റെ വോളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കലൈൻ മ്യൂക്കസും അതുപോലെ തന്നെ ബൈകാർബണേറ്റ് അയോൺസും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് എന്താണ്? മ്യൂക്കോസ. ഏറ്റവും ഉള്ളിലെ ലെയർ എന്ന് പറയുന്നതാണ് മ്യൂക്കോസ എന്ന് പറയുന്നത്. ആ മ്യൂക്കോസ എന്ന് പറഞ്ഞ ലെയറിൽ സ്റ്റൊമക്കിന്റെ പോർഷനിലാണെങ്കിൽ നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള കുറച്ച് ഫോൾഡിങ്സ് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റൊമക്കിന്റെ അകത്ത് കാണുന്ന ഇറഗുലർ ഫോൾഡിങ്സ് വിളിക്കുന്ന പേരെന്താണ്? റൂഗ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ പാർട്ടിലും നമ്മുടെ ഈ എലിമെന്റ് കണ്ണിൽ 4 ഈ ലെയർസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ ആ രൂപം എന്ന് പറയുന്നത് പലതരത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ സ്റ്റൊമക്കിന്റെ അകത്ത് ഞാൻ പറഞ്ഞു റൂഗിയെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വില്ലസ് കാണാൻ പറ്റുന്നത് എവിടെയാണ്? സ്മോൾ ഇൻഡസ്ട്രിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് വില്ലസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വില്ലസ് എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോവില്ല. അതല്ലെങ്കിൽ അത് നമുക്കൊരു ബ്രഷ് പോലത്തെ അപ്പിയറൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് വിളിക്കാം ബ്രഷ് ബോർഡർ അപ്പിയറൻസ് എന്ന് വിളിക്കാം. പിന്നെ മാത്രമല്ല നമ്മൾ പറഞ്ഞു സർഫസ് ഏരിയ കൂട്ടുക എന്നതാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ എപ്പിത്തീലിയം മ്യൂക്കോസ പ്രൊവൈഡ് വിത്ത് ഗോബ്ലെറ്റ് സെൽസ് വിച്ച് സെക്രീറ്റ് മ്യൂക്കസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ. അപ്പോൾ നമ്മൾ ഫുഡിന്റെ ഒക്കെ ലൂബ്രിക്കേഷൻ പ്രോസസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഈ മ്യൂക്കോസ നമ്മുടെ മ്യൂക്കോസ ലെയറിന്റെ എപ്പിത്തീലിയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ കാണുന്ന സെൽസുകളാണ് ഗോബ്ലെറ്റ് സെൽസ്. മ്യൂക്കോസ ലെയറിന്റെ എപ്പിത്തീലിയത്തിൽ കാണുന്ന സെൽസ് ആണ് ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയുന്നത്. അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ആ ഡൈജഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സ്ട്രക്ചർ, എലിമെന്ററി കനാലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. അവിടെ എത്രയുണ്ട്? 4 ലെയേഴ്സ് ഉണ്ട്. സെറോസ, മസ്കുലാരിസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ, പിന്നെ ഉള്ളിലെ ലൂമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഓർഗാനിസം അല്ല നമ്മൾ ആ പോർഷൻ എലിമെന്റുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ 4 ലെയേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ ചില പോർഷനിൽ എന്തുണ്ടാവും? മോഡിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. സബ് മ്യൂക്കോസ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു. സെറോസ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ആണല്ലേ. ആ ടിഷ്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓരോരുത്തരും ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ മസ്കുലാരിസ് എന്ന് പറഞ്ഞെങ്കിൽ സർക്കുലർ ആയിട്ടുള്ള മസിൽസുകളാണ്. പിന്നെ മ്യൂക്കോസ ലെയർന്ന് അവിടെ ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂക്കോസ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയും ഇതാണ് മ്യൂക്കോസാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ ഇന്നോട്ട് ഡിസ്കസ് ചെയ്തത്. നമ്മൾ എലിമെന്ററി സ്ട്രക്ചർ പറഞ്ഞു, അതുപോലെ തന്നെ എലിമെന്ററി കനാലിന്റെ ഹിസ്റ്റോളജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയി വിചാരിക്കുന്നു. താങ്ക് യു.